IPC 145 ഇതാണ് എടുക്കുക. നമ്മൾ സൈക്കോളജിയും കൗൺസിലിങ്ങിനെ കുറിച്ചും പറഞ്ഞു. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഒരു റാഷണൽ തിങ്കിങ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പ്രീസ്റ്റ് അല്ലെങ്കിൽ വൈദികന്മാർ അല്ലെങ്കിൽ തിരുമേനിമാർ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നവർ ജ്യോത്സ്യന്മാരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. സന്യാസികളൊക്കെയാണ് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഉപദേശം കൊടുക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോഴാണ് ഗവൺമെൻറ് ഇതിലേക്ക് കടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൗൺസിലിംഗ് എന്നുള്ള പുതിയ മേഖല നമുക്ക് തുറന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സാധാരണക്കാർ ചെന്നിരുന്ന ഒരാളെ അഡ്വൈസ് ചെയ്യുന്നോ അയാളുടെ കാര്യങ്ങൾ കേൾക്കുന്നതോ അല്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ വ്യക്തികളിൽ ഒരു ഉൾക്കാഴ്ച, റാഷണൽ തിങ്കിങ്, ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാക്കുന്ന, അതിന് വേണ്ടതായ വഴികൾ തുറന്നു കൊടുക്കുന്ന ഒരു മാർഗരേഖയാണ് കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൗൺസിലിംഗ് നമുക്കുണ്ട്. നമ്മൾ സാധാരണഗതികളിൽ പേഴ്സണലായിട്ടുള്ള കൗൺസിലിംഗ്, അത് വ്യക്തിപരമായ വ്യക്തികളുടെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതായ കൗൺസിലിംഗ് നടത്താറുണ്ട്. കൂടുതലും ഈ കാലഘട്ടങ്ങളിൽ കൗൺസിലിംഗ് നടക്കുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതൽ നടക്കുന്നത്. കുട്ടികളുടെ പഠനപരമായ പ്രശ്നങ്ങൾ, അതിനകത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ, സ്കൂളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്കൂളിൽ അവിടുത്തെ കുട്ടികളുമായിട്ട്, സമൂഹമായിട്ട്, ചുറ്റുപാടുകളുമായിട്ട് ചേരാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്താണ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. പിന്നെ കുടുംബപരമായിട്ട് മാരിറ്റൽ കൗൺസിലിംഗ് നടക്കാറുണ്ട്, ഫാമിലി കൗൺസിലിംഗ് നടക്കാറുണ്ട്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി കുടുംബപരമായിട്ടുള്ള നടക്കാറുണ്ട്. വിവാഹേതര ജീവിതങ്ങൾ, വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തന്നെ ചെയ്യാൻ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ നടത്താറുണ്ട്. ഇത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് കഴിഞ്ഞിട്ടും വിവാഹത്തിന് ആ കാലഘട്ടങ്ങളിൽ നടക്കുന്നതാണ് നമ്മൾ ഫാമിലി കൗൺസിലിംഗ് പറഞ്ഞത്. പിന്നെ നമ്മൾ വൊക്കേഷണൽ കൗൺസിലിംഗ്, എന്ത് ജോലി എടുക്കണം, ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് കരിയറിലായാലും ഇരിക്കണം, ഏതിലാണ് എനിക്ക് വിജയിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള കൗൺസിലിംഗ് നടത്താറുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, പേഴ്സണൽ സോഷ്യൽ, അത് വ്യക്തിപരവും സമൂഹവുമായിട്ട് ചേരാനുള്ള സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ പല സിറ്റുവേഷനും നമ്മൾ നടത്താറുണ്ട്. ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുക. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനെ അവർ പ്രാപ്തരാകത്തൊക്കെ കൊണ്ടുള്ള ചെയ്യുക. ഏതെങ്കിലും ക്രൈസിസ്, ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കൗൺസിലിംഗ് ഉണ്ട്. ആ സിറ്റുവേഷൻ മാത്രം നേരിടാൻ. പിന്നെ പ്രിവെൻറ്റീവായിട്ടുള്ള, അതായത് റിട്ടയർമെൻ്റ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ, റിട്ടയർമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള, അതിനെ അതിജീവിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കൗൺസിലിംഗ് നമ്മൾ നടക്കാറുണ്ട്. അപ്പം പല രീതിയിലുള്ള കൗൺസിലുണ്ട്, പല സാഹചര്യങ്ങൾ നമ്മൾ കൗൺസിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് അതിനെ ബേസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരികയും അതനുസരിച്ച് ഇവർക്ക് ചില മാർഗരേഖകൾ, രൂപരേഖകൾ ഗവൺമെൻറ് തയ്യാറാക്കി. മിനിമം അവർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ, അത് സൈക്കോളജിയും കൗൺസിലിങ്ങിനും അവർക്ക് പ്രത്യേകമായ ബിരുദങ്ങളോ അല്ലെ ബിരുദാനന്ത ബിരുദങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായ ട്രെയിനിങ്ങോ വേണമെന്നുള്ളതും, അവരെ ഇൻസ്പെക്ഷൻ നടത്താനുള്ള, അവരെ വന്ന് കാണാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ലൈസൻസ് കൊടുക്കാനും അവരെ അംഗീകരിക്കാനുമുള്ള നിയമങ്ങൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, CAI, കൗൺസിലിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവരൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായും കൗൺസിലിംഗ് അംഗീകരിക്കപ്പെടുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും അനധികൃതമായി അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത ആൾക്കാർ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിന് ചില എത്തിക്സുകളൊക്കെ ഉണ്ട്. നമ്മൾ അവരുടെ രഹസ്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതിന് ചില പ്രോസസ്സുകളുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ അവരെ ഇൻ്റർവ്യൂ നടത്തുക, അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിന് നമുക്ക് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതിന് പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക, ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുക, പരിഹരിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള പ്രോപ്പർ ഫോളോ അപ്പ്
കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ടെർമിനേഷൻ, ആ ഇത് നിർത്തുക. അതായത് നമ്മൾ നടത്തുന്ന കൗൺസിലിംഗ് സെക്ഷൻ നമ്മൾ തീർക്കുക. അത് ഏതൊരു ഒരു സെക്ഷൻ നിർത്തുന്നതാകാം, ആ കൗൺസിലിംഗ് മൊത്തമായിട്ട് നമ്മൾ നിർത്തുന്നതാകാം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഗോൾ കണ്ടിട്ട്, ഒരു ലക്ഷ്യം കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൗൺസിലിംഗ് അവിടെ കൊണ്ട് തീരുന്നു. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്ഷൻ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്ഷൻ വരിക, അത് കഴിഞ്ഞ് അത് ടെർമിനേറ്റ് ചെയ്യുക, മൊത്തമായിട്ട് ആ കൗൺസിലിംഗ് സെക്ഷൻ തീരുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല പ്രോസസ്സുകൾ അതിനകത്തുണ്ട്. അത് കുറേ എത്തിക്സുകളും നമ്മൾ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ഇയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, കൗൺസിലിംഗ് നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ്ഡ് ലൈഫ് ഒരു കൗൺസിലർ നടത്തണം. ഇനി നമ്മൾ കൗൺസിലിംഗിലേക്ക് പോകുമ്പോൾ കൗൺസിലിംഗ് പല സ്റ്റെപ്സുകളിൽ പല കാര്യങ്ങൾ കൗൺസിൽ ചെയ്യുന്നതിനായിട്ട് ഒന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അസസ്മെൻ്റാണ്. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാര്യകാരണ സഹിതം നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് അസസ്മെൻ്റ് നമ്മൾ നടത്തുക. അപ്പോൾ അസസ്മെൻ്റ് എല്ലാ ഇതിനകത്തുണ്ട്. പല രീതിയിലുള്ള അസസ്മെൻ്റ് ഉണ്ട്. അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആളുടെ കാര്യങ്ങൾ, കളക്ഷൻ ഓഫ് ഡാറ്റാസ് റിലേറ്റിംഗ് ടു ദ ക്ലൈൻറ്റ് ഫ്രം വേരിയസ് സോഴ്സസ് ആണ്. എന്നാൽ രണ്ട് രീതിയിലുണ്ട്. അപ്പം ഇത് നമ്മൾ ഇത് വരുമ്പോഴേ ഈ കൗൺസിലിംഗ് വരുമ്പോൾ അതിൻ്റെ ചെറിയ ഇത് വരുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം പാക്സൺ ആണ് ആദ്യമായിട്ട് നമ്മൾ കൗൺസിലിംഗ് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജോലിയും ആ വ്യക്തി ജോലിയും അയാളുടെ കഴിവുകളും ഇതുമായിട്ട് ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഉള്ള ഒരെണ്ണമായിരുന്നു ആദ്യമായിട്ട് പാക്സൺ ഉണ്ടായത്. അത് ചൂസിങ് എ വൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതി. പാർസന്റെ ചൂസിങ് എ വൊക്കേഷൻ എന്ന് പറഞ്ഞ ബുക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങിയത്. അത് കഴിയുമ്പോൾ 1905 ആൽഫ്രഡ് ബിനെ ഒരു ഇന്റലിജന്റ് ടെസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തു, ഇന്റലിജന്റ് ടെസ്റ്റ്. എന്നാൽ കൂടുതലും സൈക്കോളജിക്കൽ ടെസ്റ്റ് വന്നത് 1914 മുതൽ 18 വരെ യുദ്ധത്തിൽ നടക്കുന്ന ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അതിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആ പേഴ്സണൽ ഡേറ്റ, അവരുടെ കഴിവുകളെ സംബന്ധിച്ച് ചെയ്യാനായിട്ടാണ് ആൽഫ ബീറ്റ ആർമി ആൽഫ ബീറ്റ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. അത് ഇത് ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട്, ആർമിയിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ്. 1914-18 കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ട്, ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്ന കാലത്ത് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആൽഫ ബീറ്റ. അത് പേഴ്സണലായിട്ട് അവർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. 1939 വേഴ്സലർ ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ടാക്കിയത്. അതാണ് കുറച്ചൊരു കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ. പിന്നെ കുറേ സ്റ്റാൻഡർഡൈസേഷൻ, MMPI മിനസോട്ട മൾട്ടി പേഴ്സണാലിറ്റി ഇൻവെന്ററി 1905 തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അംഗീകരിക്കപ്പെടുന്നു. 1905 സൈക്കോളജിക്കൽ ടെസ്റ്റ് അംഗീകരിച്ചു. അപ്പം ആ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അസസ്മെന്റ് വന്നത്. അപ്പം ആദ്യം ഇതിന് അസസ്മെന്റ് നടത്തിയത് എന്ന് പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. കൗൺസിലിംഗ് നടത്തിയത് ജോലിക്ക് വേണ്ടിയായിരുന്നു. അത് 1902 പാർസൺ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ബുക്കാണ് അതിന് ഇതായിട്ടും നമ്മുടെ മുമ്പിലുള്ളത്. ചൂസിങ് എ വൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ബുക്കിൻ്റെ പേര്. പിന്നെ കൂടുതലും ഈ ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ അസസ്മെന്റ്, ആ ടെസ്റ്റുകൾ നടന്നു തുടങ്ങി ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് ആർമിയിലേക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടി. ആർമി ആൽഫ ബീറ്റ ടെസ്റ്റുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ ഒരു ടെസ്റ്റും അസസ്മെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. ആ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയിൽ നിന്നാകാം, വ്യക്തിയുടെ ബന്ധുക്കളിൽ നിന്നാകാം, മറ്റുള്ള ആൾക്കാർ. ഇതൊരു ബോർഡർ ലൈനിലാണ്. നമ്മൾ ഒരാളുടെ എന്തെങ്കിലും അസസ്മെന്റ് നടത്തുമ്പോൾ അയാളുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം അയാളുടെ വ്യക്തികളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കളക്ട് ചെയ്യാം. അതായത് ബന്ധുക്കളിൽ നിന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കളക്ട് ചെയ്യാം. പിന്നെ ഇൻ്റർവ്യൂ നമ്മൾ നടത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ സോഴ്സസ് പല ആൾക്കാരിൽ നിന്നാണ്. അപ്പം ഡയറക്റ്റായിട്ട് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ബോത്ത് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ക്ലൈൻ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടും കോവർക്കേഴ്സിനോടും ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് ഈ
ഇൻഡയറക്റ്റ്. അപ്പോൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം എന്തിനാണ് നിങ്ങൾ വന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് എന്ത് ഉത്കണ്ഠയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതാണ് ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഇയാളെ കൊണ്ട് ഇയാളുടെ ബിഹേവിയറിനെ കാര്യങ്ങളെ കുറിച്ച് അതൊരു ബോർഡർ ലൈനാണ് എപ്പോഴും ചെയ്തത്. ഇത് മൾട്ടി പേഴ്സൺ ആണ്, പലരിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തത്. മൾട്ടി ടാസ്ക് ആണ്. കൂടുതൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. വളരെ ഫോർമൽ ഇൻഫോർമൽ ഇറ്റ്സ് ഒരു നാച്ചുറൽ സെറ്റപ്പിലാണ് നമ്മൾ അസസ്മെൻറ്റ് നമ്മൾ നടത്തുക. അപ്പം നമ്മൾ നടത്തുമ്പം ഫോർമൽ ഇൻഫോർമൽ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അസസ്മെൻറ്റ് നടത്താൻ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഒരാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് ചെയ്യാം, ഇൻഡയറക്റ്റായിട്ട് ചെയ്യാം, മൾട്ടി ലെവലാകാം, പല ആൾക്കാരിൽ നിന്നാകാം, പല രീതിയിലാകാം, ഇത് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതല്ല. ഇതിന് സ്റ്റാൻഡേർഡൈസ് ഫോം ഉണ്ടാവും. നമുക്ക് തോന്നിയ പോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനല്ല, അതിനൊരു ഫോം ഉണ്ടാകും, അതിന് ചില നിയമങ്ങളുണ്ടാകും, ആ നിയമങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ടെസ്റ്റ് മെറ്റീരിയൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് നമ്മൾ നടത്തുക. അതുകൂടാതെ ഇതിനകത്ത് അസസ്മെൻറ്റ് ചില നിയമങ്ങളുണ്ടാവും, ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമമായൊരു എൻവോൺമെൻറ്റിൽ നടത്തുന്നത്. മറ്റേത് നാച്ചുറലാണ്. ഒരാൾ നടക്കുന്ന എടുക്കുന്നതൊക്കെ ആയിട്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡൈസ് ഈ ടെസ്റ്റ് നടത്തുമ്പം ആ ടെസ്റ്റ് നടത്താൻ ചില ഫോർമാലിറ്റീസ് ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ എൻവോൺമെൻറ്റിലായിരിക്കും നമ്മൾ നടത്തുന്നത്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് കൊടുക്കുന്നു, അതിനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യർ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ചോദ്യാവലികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമാറ്റ് ഉണ്ടാകാം. അങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡൈസും അസസ്മെൻറ്റും ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ എൻവോൺമെൻറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മളുടെ ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ പറയുന്ന കേട്ടോ നമ്മൾ എടുക്കുന്നതായിരിക്കാം. ഇൻ്റർവ്യൂ മെത്തേഡ്, ഏത് മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷേ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ് ഫോമാണ്. അതിൻ്റെ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക എൻവോൺമെൻറ്റിലാണ്. അതിൻ്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ ഉണ്ടാകും. അതിന് ചില നിയമങ്ങൾ മാത്രം അല്ല, ഇതിന് ചില കൃത്യമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ചില നിയമങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ നമ്മളൊരാളുടെ സ്വഭാവം നമ്മൾ കണ്ടുപിടിക്കുന്നത് കണ്ട് നമ്മൾ എഴുതുന്നത് പോലെ ചെയ്യാൻ പറ്റുകയില്ല. ഇതിന് ചില അസസ്മെൻറ്റുകൾ ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യണം, ഈ ടെസ്റ്റ് ഇന്ന രീതിയിൽ കൊടുക്കണം, ഇന്നത് ചെയ്യണം എന്നുള്ളത്. ഇത് പിന്നെ ഒരു ഡയറക്റ്റ് സോഴ്സ് ആയിരിക്കും. ഇറ്റ്സ് എ കോൾഡ് ഡയറക്റ്റ് സോഴ്സ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇൻ്റലിജൻസിന് വേറെ ആളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. അപ്പം ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഇതിനകത്ത് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പം സ്റ്റാൻഡേർഡ് ടെസ്റ്റും അസസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് ചെയ്യുന്നത് നാച്ചുറൽ എൻവോൺമെൻറ്റ് നമ്മൾ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു. മറ്റേത് ഡയറക്റ്റായിട്ട് ചില ടെക്നിക്സ് ഉപയോഗിച്ച്, ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച്, എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ അന്തരീക്ഷത്തിൽ കൃത്യമായ അന്തരീക്ഷം വെച്ചാൽ കൺട്രോൾഡ് സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലായിരിക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ് അസസ്മെൻറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അസസ്മെൻറ്റ് നടത്തുക, പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തുക. മറ്റേ എക്സ്പെരിമെൻ്റ് എന്തെങ്കിലും ടെസ്റ്റുകളായിരിക്കും, അത് സ്റ്റാൻഡേർഡൈസ് ഫോം ഉണ്ടാകും. അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നാച്ചുറൽ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ നടത്തുന്നതാണ്. ഇതിനകത്ത് റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാകാം, പിന്നെ ഇതിനകത്ത് ഒബ്സർവേഷൻ ഉണ്ടാകാം. ഈ ഒബ്സർവേഷനും കൺട്രോൾഡ് എൻവയോൺമെൻറ്റുള്ള ഒബ്സർവേഷനാണ്. പിന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടാകാം. ഇൻ്റർവ്യൂ നമുക്ക് നടത്താം. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമുക്ക് ഇൻ്റർവ്യൂ നമുക്ക് നടത്താം. അത് നമ്മൾ നടത്തുന്നതും അതിനകത്തുള്ള ആ പർട്ടിക്കുലർ സംഗതി വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിനെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പം അതിന് ചില ക്രൈറ്റീരിയ ഉണ്ടാകും. നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻ്റലിജൻസിനുള്ള ടെസ്റ്റ്, ആ ടെസ്റ്റ് ആ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റിന് ചില സ്വഭാവങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് തോന്നിയ ഒരു ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. ഒരു ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ടെസ്റ്റ് നമ്മൾ നോക്കുക. എക്സാമ്പിൾ ബിനയ് കാമെ ടെസ്റ്റ്, സ്പെഷ്യലൈസ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ LN ദുബൈയുടെ നമ്മൾ ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഏത് ടെസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴും ആദ്യത്തെ അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഈ ടെസ്റ്റ് നടത്തുന്നു, ഈ ടെസ്റ്റ് എന്ത് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് വ്യക്തമായിട്ടൊരു ടെസ്റ്റിനെ കുറിച്ച് നമ്മളത് അറിഞ്ഞിരിക്കണം. ഏത് ടെസ്റ്റിൻ്റെ ഫോം എടുത്തു കഴിഞ്ഞാലും ഇത് എന്തിന് ഈ ടെസ്റ്റ് നടന്നു, വാട്ട് ഇസ് ഒബ്ജക്റ്റീവ്, എന്താണ്
ഇത് കാര്യങ്ങൾ എന്താ. അപ്പോൾ ഏത് ടെസ്റ്റും ഇൻ്റലിജൻസ് ആണ് ഒരാൾ ഇൻ്റലിജൻസ്, അത് നമ്മൾ ഇന്ന ക്രൈറ്റീരിയയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് നോക്കുന്നത്, ഇന്ന രീതിയിലാണ് നടത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്കുണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ടെസ്റ്റ്. പിന്നെ ഇനി നോംസ്, ചില നോംസ് ഉണ്ടാവും. ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അതിന് ഡെവലപ്മെൻറ്റൽ ഏരിയയിൽ വെച്ചിട്ടുണ്ടാകാം. അതായത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങളാണ്, 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇന്ന കാര്യങ്ങൾ, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഇതാണ്, അവരുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇതാണ്, ഇതിനെ നമ്മൾ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഏത് ടെസ്റ്റിനും അതിന് നോംസ് ഉണ്ടാകും. ആ നോംസ് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാൻഡേർഡൈസ് ഫോം ആയിരിക്കണം. ഈ ടെസ്റ്റ് എവിടെ നടത്താം, എങ്ങനെ നടത്താം, എവിടെ നടത്തിയാൽ എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകും. അപ്പം വാലിഡിറ്റി ഉണ്ടാകുന്നു, റിസൾട്ടിന് വാലിഡിറ്റി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തി നമുക്കൊരു റിസൾട്ട് കിട്ടി, നാളെ നടത്തുമ്പോഴും അത് നമുക്ക് ആ റിസൾട്ട് തന്നെ കിട്ടണം. ഇന്നൊരാൾ മെൻ്റലി റിട്ടാർഡ് എന്ന് പറയും, നാളെ നടത്തുമ്പോഴേക്കും അയാൾ ഗിഫ്റ്റഡ് ചൈൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വാലിഡിറ്റി ആ റിസൾട്ട് നമുക്കുണ്ടാകണം. പിന്നെ ഇത് വിശ്വസിക്കാൻ റിലയബിലിറ്റി ഉണ്ടായിരിക്കും, പ്രാക്ടിക്കാലിറ്റി ഉണ്ടാകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകണം. ഇത് ഏത് ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് അതിൻ്റെ നോംസ്, പ്രിൻസിപ്പിൾസ് ഓർ ക്രൈറ്റീരിയ ഓർ ക്യാരക്ടർ ഫോർ എ ടെസ്റ്റ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും ഒരു ടെസ്റ്റിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ ടെസ്റ്റ്. ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ടെസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ടെസ്റ്റുകൾ മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ടെസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കരുത്. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കിയാൽ. സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ആണെങ്കിൽ അതിന് ഒബ്ജക്റ്റീവ് ഉണ്ടാകണം, നോംസ് ഉണ്ടാകണം, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആയിരിക്കണം, അതിന് വാലിഡിറ്റി ഉണ്ടാകണം, റിലയബിലിറ്റി ഉണ്ടാകണം, പ്രാക്ടിക്കാലിറ്റി ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ടെസ്റ്റിനെ ആയിരിക്കും. ടെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം, എന്നിട്ട് എടുക്കാവുള്ളൂ. നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്തൊക്കെയാണ്? മറ്റേ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിനെയാണ്. നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്നിക്സ് ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ഒബ്സർവേഷൻ. നമ്മൾ ഒരാൾ ഒബ്സർവ് ചെയ്യുക, അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഓരോ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 രീതിയിലുണ്ട്. നമ്മൾ നാച്ചുറലി ഒബ്സർവേഷനാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്, നമ്മൾ തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് എഴുതുന്നതാണ്. അത് പേഴ്സണലായിട്ട് നമ്മൾ അറിയാനായിട്ട്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഒബ്സർവേഷനാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ദ ഇൻ്റർവ്യൂ. നമ്മൾ ഇൻ്റർവ്യൂ നടത്തുക. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ, ഒബ്സർവേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഒബ്സർവേഷൻ ആകാം, വേറൊരു ഒബ്സർവേഷൻ ആകാം, ഫാമിലിയുടെ ഒബ്സർവേഷൻ ആകാം, റിലേറ്റീവ്സിൻ്റെ ഒബ്സർവേഷൻ ആകാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരാൾ വന്നിരിക്കുമ്പം ഒരു കൗൺസിലർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അയാൾ എങ്ങനെ വരുന്നു, അയാളെ എന്ത് നോക്കുന്നു, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അയാളുടെ ഡ്രസ്സ് എങ്ങനെയാണ്, അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അയാൾ റെസ്റ്റ്ലെസ് ആണോ, അയാൾ ഐ ടു ഐ കോണ്ടാക്ട് ഉണ്ടോ, അയാൾ അത് വണ്ടറിങ് ടെൻഡൻസി ആണുള്ളത്, അയാൾ കരയുകയാണോ, കണ്ണടച്ചാണ് ഇരിക്കുന്നത്, കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ, അറ്റൻഷൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കും. നമ്മുടെ ഒബ്സർവേഷൻ അതാണ്. വേറെ ആളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് എന്തിനു കൊണ്ടുപോകുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ ബിഹേവിയറുള്ളത് എന്താണ്, കഴിഞ്ഞ കുറേ നാളത്തെ അവരുടെ ബിഹേവിയർ ചേഞ്ചസ് എന്താണ്, അത് അവർ ഒബ്സർവ് ചെയ്തതാണ്, അല്ലെ അവർ അനുഭവിച്ചതാണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിൽ നമ്മൾ എടുക്കും. ഒന്ന് നമ്മുടെ ഒബ്സർവേഷനും ഒന്ന് മറ്റുള്ളവരുടെ ഒബ്സർവേഷനും എന്താണ്. ദെൻ ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ക്ലയൻറ്റിനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുക. ആ ക്ലയൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് അയാളുടെ എല്ലാവിധ ഡെമോഗ്രാഫിക്കൽ കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ഒന്ന് നമുക്ക് അയാളുടെ പേര്, അയാളുടെ സ്ഥലമേത്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏത്, അച്ഛൻ അമ്മ, വിദ്യാഭ്യാസം, അയാളുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അയാൾ പഠിക്കാൻ എങ്ങനെയായിരുന്നു, പാസ് ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ അയാളെക്കുറിച്ചൊരു ഓവറോൾ നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഇൻ്റർവ്യൂ, മുഖാമുഖം ആരുമായിട്ട് വേണമെങ്കിൽ മെയിൻലി നമ്മൾ ക്ലയൻറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയറീസ് ആൻഡ് ഡെയിലി ഷെഡ്യൂൾസ്. അയാൾ ഡയറിയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ടാകും. ഈ ഡയറി എന്ന് പറയുന്നത് അയാൾ ഡെയിലി എഴുതുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അയാൾ ചെയ്ത കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകാം. ഒരു മാൻസ്ക്രിപ്റ്റ് എഴുതി എന്തെങ്കിലും കാര്യങ്ങളെയാണ് നമ്മൾ ഡയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റെഗുലറായിട്ട് ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടാകാം. ചിലപ്പോൾ ഒരു നോട്ടായിരിക്കും, ഡയറി എന്ന് പറയുന്ന ഒരു നോട്ടാകാം, ഒരു സൂയിസൈഡ് നോട്ടാകാം നമ്മൾ ഡയറി ആയിട്ട് എടുക്കുന്നത്. അപ്പം അയാൾ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ എഴുതി വെച്ചതാകാം.
അതും നമ്മൾ എടുക്കും. അപ്പോൾ ഏതാണ് എന്നുള്ളതും അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്കില്ലാണ്. അപ്പം ഡെയിലി സ്കെഡ്യൂൾ, ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, രാവിലെ നടക്കാൻ പോകുന്നുണ്ടോ, രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അയാളുടെ മൂഡ് എങ്ങനെയാണ്. അപ്പോൾ ഇത് ഡെയിലി സ്കെഡ്യൂൾ അയാൾ എഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അയാളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ആളാണ്. ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. കാരണം ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ തുടങ്ങുന്നതാണ്. പലപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഓൺലൈൻ ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ നോൺ സ്റ്റാൻഡേർഡൈസ് ടെക്നിക്സ്. സ്റ്റാൻഡേർഡൈസ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ രൂപരേഖകൾ ഉണ്ടായിരിക്കും. ഈ നോൺ സ്റ്റാൻഡേർഡൈസ് അതിന് പ്രത്യേക രൂപരേഖകൾ ഉണ്ടായിരിക്കില്ല. അത് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കേണ്ടതാണ് ചെയ്യുന്നത്. ദെൻ ഏരിയാസ്, നമ്മൾ ഏതൊക്കെ ഏരിയയാണ് നമ്മൾ അസസ് ചെയ്യുക, ഏതൊക്കെ ഏരിയയിലും നമുക്ക് ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ആണ് ഏരിയ അസസ്മെൻറ്റ് നടക്കുന്നത്, ഇൻ്റലിജൻസ്. അപ്പോൾ ഇൻ്റലിജൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ബുദ്ധി. സാധാരണഗതിയിൽ ഇൻ്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി, ഡീൽ എഫക്റ്റീവ്ലി. ഇത് നമ്മൾ ധാരാളം ടെസ്റ്റുകളുണ്ട്, പക്ഷെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇതിന് ഉപകരിക്കാൻ പറ്റും. ഇൻ്റലിജൻസ് അളക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുക, 5ാം ക്ലാസ് പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് അത് പഠിക്കുന്നുണ്ടോ, അതിന് ബേസിക് ആയിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ലുണ്ടോ, റീഡിങ് സ്കില്ലുണ്ടോ, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ആദ്യം നോക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ശരിക്കുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യാം. അപ്പം എപ്പോഴും ടെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പം അതിന് അനുസരിച്ചുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഏത് ടെസ്റ്റും എടുത്തിട്ട് ചെയ്യാൻ പറ്റുക. ഇതിനാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, കുട്ടികൾക്കുള്ള ഇൻ്റലിജൻസ് ആണോ, അഡൽട്ടിലുള്ള ഇൻ്റലിജൻസ് ആണോ, അതോ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുക. എന്നിട്ട് ഈ ഇൻ്റലിജൻസ് അളക്കുമ്പം അത് IQ ആണ്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ് കിട്ടുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് വെച്ചിട്ട് അതിന് ആ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് മെൻ്റൽ ഏജ് കിട്ടും. മെൻ്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഹരിച്ചിട്ട് ഇൻറ്റു 100 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ IQ പെർസെൻറ്റേജിൽ കിട്ടും. പിന്നെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് ഇത് ഏത് കാറ്റഗറി പെടുന്നു എന്നുള്ള ഇൻ്റലിജൻസ് ആക്കാം. ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് അളക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ധാരാളമുണ്ട്. ആപ്റ്റിറ്റ്യൂഡാണ് പിന്നെ അളക്കുന്നത്. എങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, ഇപ്പോൾ ധാരാളം ആപ്റ്റിറ്റ്യൂഡുണ്ട്. ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഡിപ്രഷൻ സ്കെയിൽ അളക്കാറുണ്ട്, ആങ്സൈറ്റി അളക്കാറുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ താല്പര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പിന്നെ നോക്കുന്നത്. കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറുടെ ജോലി എന്ന് വെച്ചാൽ കഴിയുന്നത്രയും മിനിമം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു കണ്ടമാനം ടെസ്റ്റുകൾ നമ്മൾ വയ്ക്കുക. എന്നാൽ ഒരാൾ വന്ന് എല്ലാ ടെസ്റ്റും ചെയ്തേക്കാം. അതിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ടെസ്റ്റും കൂടെ എടുത്ത് ഒരാൾക്ക് ചെയ്യില്ല. അപ്പം മിനിമം ടെസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ്. എന്ത് ടെസ്റ്റ് ചെയ്യണം, ഏത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് തീരുമാനിക്കാൻ. അപ്പം ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. ധാരാളം പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റിന് നമ്മൾ ചെയ്യുന്ന സാധാരണഗതിയിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഐസെങ്ങിൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റോഷാക്കിൻ്റെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ MMPI മിനസോട്ട മൾട്ടി പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഏത് പേഴ്സണാണ്, ഇയാൾ ഇൻട്രോവേർട്ടാണോ, ഇയാൾ എക്സ്ട്രോവേർട്ടാണോ, ഇയാളുടെ പേഴ്സണാലിറ്റി ഏതൊക്കെ ട്രേറ്റ്സ് ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻ്റലിജൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റും സാധാരണ ചെയ്യുന്നുണ്ട്. അതിനെപ്പോഴും നമ്മൾ ഏത് ടെസ്റ്റ് എടുക്കുമ്പോഴും നമ്മളത് സ്റ്റാൻഡേർഡൈസ് ഫോമുള്ള ക്വസ്റ്റ്യനെയർ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാറുള്ളൂ. അത് പ്രത്യേകം നമ്മൾ മനസ്സിൽ വെക്കണം. ദെൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഏതൊക്കെ ലെവലിലാണ്, സാധാരണ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽ എത്രയുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വരുമ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽ എവിടെയുണ്ട്. അപ്പം കുട്ടികൾക്കും ജോലിയുള്ളവർക്കും ചെയ്യുന്ന ഡിഫറെൻറ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളാണ്. പിന്നെ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, സ്പെല്ലിംഗ് ടെസ്റ്റ് ഉണ്ട്, TEST T കട്ടായി പോയിട്ടുണ്ട്. ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്
അപ്പം എന്ത് ന്യൂറോ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അവരുടെ എമോഷൻസ് എങ്ങനെയുണ്ട്, അവരുടെ ബിഹേവിയർ എങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നത് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എമോഷൻസ് ഉണ്ട്, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്, ധാരാളം ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിനുണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് അസസ്മെൻറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത് നമ്മൾ നടത്തുന്നത്. പിന്നെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് എന്ന് പറയും. ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സമയത്താണ് കൂടുതൽ നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം, ഏത് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ടെസ്റ്റിന് ചില കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഏത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണെങ്കിലും, ഇതിന് മുമ്പ് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ കുറിച്ച് തന്നെ പറയാൻ, സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും ഈ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പം നമ്മൾ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആളുമായിട്ട് സംസാരിക്കണം. എന്തിന് ഈ ടെസ്റ്റ് നടത്തുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയാം. പിന്നെ അതിൻ്റെ ആരുടെ ടെസ്റ്റ് നടത്തുന്നത് അവരുടെ കൺസെൻറ്റ് നമുക്ക് കിട്ടണം. അവരോട് നമ്മൾ ചോദിക്കണം, നമ്മൾ ഈ ടെസ്റ്റ് നടത്തണം, അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇന്ന ടെസ്റ്റാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ്, അത് നമ്മൾ വളരെ സീക്രസി ആയിട്ട് എന്ത് ടെസ്റ്റ് നടത്തിയാലും അതിൻ്റെ സീക്രസി നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം എന്ത് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ടെസ്റ്റിന് എന്ത് ഇൻസ്ട്രുമെൻ്റ്, ഇതിന് എത്തിക്സ് ആണ്. ഇതിന് നമ്മൾ പറയുന്നത് കോഡ് ഓഫ് എത്തിക്സ് ഇൻ കണ്ടക്ടിങ് ദ ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം. പിന്നെ ആരുടെ ടെസ്റ്റ് നടത്തുന്ന അവരുടെ കൺസെൻറ്റ് നമ്മൾ വാങ്ങിക്കണം. കൺസെൻറ്റ് വാങ്ങിക്കാൻ നമ്മളൊരു ടെസ്റ്റ് നമുക്ക് നടത്താൻ പാടില്ല. ഇന്ന ടെസ്റ്റുകൾ നടത്തുന്നു, ഈ ടെസ്റ്റിന് ഇന്നതാണ് കിട്ടുന്നത്, ഞങ്ങൾ അതിൻ്റെ സീക്രസി കീപ്പ് ചെയ്യും. നിങ്ങളുടെ സപ്പോസ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ട്, ഇത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, ഇത് വേറെ ആൾ നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യു മസ്റ്റ് ടേക്ക് ദ കൺസെൻറ്റ്. ആ കൺസെൻറ്റ് എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു നമ്മൾ പറയണം. ഇത് ഏതാ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ MMPI ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റോഷ ടെസ്റ്റാണ്, ഈ റോഷ ടെസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഇത് എന്ന് പറഞ്ഞ് ആളുടെ നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ ചെയ്യുക. ആ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ആളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ജോലി നമ്മുടെ ഉണ്ട്. പിന്നെ കണ്ടീഷൻ, ഈ എന്തൊക്കെ കണ്ടീഷനാണ് ഇതിനകത്ത് ഈ അസസ്മെൻറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ അവരോട് പറയണം. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, ഇത് കാര്യങ്ങളാണ്, ഇന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടി കൾച്ചറൽ ആണ്, നമ്മൾ പല ആൾക്കാരുമായിട്ട് പല രീതിയിലാണ് ഇരിക്കുന്നത്, ഏത് കൾച്ചർ അവരുടെ കൾച്ചറിനെ കുറിച്ച് നമ്മൾ ഇരിക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ സ്കോറിങ് എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെപ്പോഴും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ചെയ്യേണ്ടതാണ്. സ്കോറിങ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സമയത്തും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ തെറ്റിപ്പോകും. അപ്പം ഇതിനകത്ത് സ്കോറിങ് നമ്മൾ അറിയണം, ട്രെയിൻഡ് ആയിരിക്കണം. എല്ലാവർക്കും സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താനായിട്ടുള്ള പെർമിഷൻ ഇല്ല. നിങ്ങൾ കോമ്പറ്റൻ്റ് ആയിരിക്കണം, അത് ടെസ്റ്റ് നടത്താനായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് വേണം. ടെസ്റ്റ് നടത്തി സ്കോറിങ് നടത്താൻ, ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്ന എല്ലാവരും സ്കോറിങ് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ടെസ്റ്റ് നടത്തി നമുക്കിപ്പോൾ ടെസ്റ്റ് നമ്മൾ ഒരാളെ കൊണ്ട് നടത്തിയിട്ട് സ്കോറിങ് നടത്തുന്നത് വേറെ, ചിലപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് സ്കോറിങ് ആയിരിക്കും. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്ത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് സ്കോറിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കമ്പ്യൂട്ടറിന് സ്കോർ ചെയ്യുന്നത്. അതല്ല നമ്മളാ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഈ സ്കോറിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണ, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പം സ്കോറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കോറിങ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എല്ലാം തെറ്റും. അതുകൊണ്ട് സ്കോറിങ് എന്താണ്, അതെങ്ങനെ ചെയ്യണം, ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഇത്രയും ഇതിൻ്റെ ഈ കോഡ് ഓഫ് എത്തിക്സ് ഇൻ കണ്ടക്ടിങ് ദ സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് മാത്രം നോക്കി അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏത് ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിനകത്ത് നോംസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് നടത്തിയ എങ്ങനെയാണ്, അത് ഗ്രൂപ്പിൽ നടത്തിയത് എങ്ങനെയാണ്. കാരണം ഈ നോംസിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇത്രയായിരിക്കും, ഇൻഡിവിജ്വലായിട്ട് വരുമ്പോഴത്തേക്കും ഗ്രൂപ്പിൽ ഇത്രയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ നോംസ് നമ്മൾ ടെസ്റ്റിൻ്റെ നോംസ് മനസ്സിലാക്കണം. അപ്പം ഈ കോഡ് ഓഫ് കോണ്ടാക്ട് അതിൻ്റെ എത്തിക്സ് നമ്മൾ മനസ്സിലാക്കണം. ടെസ്റ്റ് നടത്തുന്ന ഏരിയയും പറഞ്ഞു. ഇനി അടുത്ത പല അപ്രോച്ചുകളാണ്. ഫസ്റ്റ് അപ്രോച്ച് ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിങ്ങിന് നമ്മൾ ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തുടങ്ങിയതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ തിയറി, ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അൺകോൺഷ്യസ് മൈൻഡ് ആണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള പേഴ്സണാലിറ്റിയെ തീരുമാനിക്കാനായിട്ട് ഉപകരിക്കുന്നത്. ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബേസിക് തിയറി. സൈക്കോളജി തിയറി ഓർ സൈക്കോളജി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ് അനലൈസിങ് ദ ഡ്രീംസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ മനുഷ്യൻ സ്വപ്നങ്ങൾ കാണാറുണ്ടെന്നും സ്വപ്നത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വികാരങ്ങൾ, അത് പുറത്തു വരുമെന്നും ആ പ്രശ്നങ്ങളെ ആ സ്വപ്നത്തെ നമ്മൾ വിശദീകരിച്ചാൽ അർത്ഥം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്നറിയാം. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡാണ്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന അൺകോൺഷ്യസ് ആണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. അത് ഡിറ്റർമിനിസം എന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ വിശ്വാസം. കാരണം അൺകോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ് സൈക്കോ ഡൈനാമിക് തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബിഹേവിയർ ഇസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റർപ്ലേ ഓഫ് ഇൻറ്റേർണൽ ഡ്രൈവ്സ്. അതായത് അവൻ്റെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന വികാരങ്ങൾ, ഒരു മനുഷ്യന് ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന വികാരങ്ങൾ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് അവൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിലുണ്ടായ അവൻ്റെ എക്സ്പീരിയൻസ്, ഇതെപ്പോഴും പറയുന്നത് എല്ലാ ആൾക്കാരും ഇപ്പോഴും പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിക്ക് ഇത്ര പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പഴയ കാലഘട്ടങ്ങളിൽ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് സൈക്കോ ആണ്. അത് സൈക്കോളജിയുടെ പേര് തന്നെ വന്നത് അങ്ങനെ കിട്ടിയത്. സൈക്കോ മീൻ സോൾ, ലോജി മീൻ സ്റ്റഡി. സൈക്കോളജി മീൻ സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പം ഏത് മനുഷ്യൻ്റെ പെരുമാറ്റവും സിഗ്മണ്ട് ഫ്രോയിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ചിന്താഗതിക്ക് മാറിയത്. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനസ്സിനെ മൂന്നായിട്ട് തിരിക്കുകയൊക്കെ ചെയ്തത്. അതിന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു മനുഷ്യൻ്റെ ചെറുപ്പകാലത്തിലുള്ള അവൻ്റെ അനുഭവങ്ങൾ, അവൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനകൾ, അതാണ് അവൻ്റെ സ്വഭാവത്തിൽ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞത്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, അയാളുടെ അനുഭവങ്ങൾ, അതാണ് അയാളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അപ്പോൾ കൗൺസിലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ബിലീഫ് വെച്ചുകൊണ്ടാണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അവൻ്റെ എന്തൊക്കെ ചിന്തകളാണ് അവനെ വേട്ടയാടുന്നത്. നമ്മൾ അറിയപ്പെടാതെ പോയ ഒരു പക്ഷേ അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അൺകോൺഷ്യസ് ആയിട്ട് അപബോധ മനസ്സിൽ കിടക്കുന്ന സംഗതികൾ എന്താണോ, അപബോധ മനസ്സിലുള്ള സംഗതികളാണ് അവൻ്റെ സ്വഭാവത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. അത് ചെറുപ്പകാലങ്ങളിൽ വളർന്നു വന്നത്, അതായത് ജനിച്ചന്ന് മുതൽ 18 വയസ്സ് വരെ വളർന്നു വന്ന കാര്യങ്ങൾ. അതിനകത്ത് ഓറൽ സ്റ്റേജ്, അതായത് ആദ്യത്തെ 1.5 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരേണ്ട സമയമാണ്. അപ്പോൾ ഈ മുലപ്പാൽ മര്യാദയ്ക്ക് കുട്ടിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അമ്മയുടെ പരിചരണം കുട്ടിക്ക് യഥാർത്ഥത്തിൽ ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് അവൻ്റെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, കാരണം കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവന് ടോയ്ലറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണം. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ആ 3 വയസ്സ് വരെ അതുണ്ടോ ട്രെയിനിങ്? അത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ്റെ വളർച്ചയിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്യണം. അവൻ്റെ ലാളനകൾ കിട്ടുക, അവൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുക, സോഷ്യലൈസേഷൻ പതുക്കെ പഠിപ്പിക്കുക, അത് സംസാരിച്ചിട്ടുണ്ടോ, ഇതൊക്കെയുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഏനൽ സ്റ്റേജ്. ദെൻ ഫാലിക് സ്റ്റേജ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ സംഗതി. കുട്ടികൾക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ ആ സമയത്ത് കുട്ടികളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അവനെ പതുക്കെ തോട്ട്സ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഒരു 3 വയസ്സ് കഴിയുമ്പോൾ സെക്സ് ഡിഫറൻസ് മനസ്സിലാക്കാൻ തരും. ഞാൻ ആണ്, അത് പെണ്ണ്. ഒരു 3 വയസ്സുള്ള 5 വയസ്സ് കൂടി ഞാൻ ആണാണ്, അത് പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പം ആ ഒരു സെക്ഷൽ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനും പതുക്കെ സെക്സ് ഡിഫറൻസും കുട്ടികളെ ബോധ്യമായി തുടങ്ങും. 6 മുതൽ 12 വയസ്സ് വരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും സോഷ്യലൈസേഷനാണ് കൂടുതലുള്ളത്. അതുപോലെ ഫാലിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് സോഷ്യലൈസേഷൻ, സ്കൂളിൽ പോകുന്നു, സോഷ്യൽ നിയമങ്ങൾ പഠിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് സൊസൈറ്റി അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി എന്തൊക്കെ, സമൂഹമായൊക്കെ എന്തൊക്കെ തരുന്നു, വിദ്യാഭ്യാസം എന്താണ്, പിയർ ഗ്രൂപ്പ്സ് എന്താണ്, ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കുന്നു, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞാൽ 12 വയസ്സ് മുതൽ 18 വയസ്സ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞതാണ്. ഇത് കുട്ടി ഒരു പ്രായപൂർത്തിയാകുന്നു. പെൺകുട്ടികളാണെങ്കിൽ
മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആൺകുട്ടികളാണെങ്കിൽ സെക്സ് ഡെവലപ്മെൻറ്റ് വരുന്നു, ആഡംസ് ആപ്പിൾ വരുന്നു, ബോഡി വലുതാകുന്നു, മീശ വരുന്നു, പെൺകുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് വരുന്നു, റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടാകുന്നു, അപ്പം മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അവർ അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ വരുന്നു. ദേ ആർ ഡെവലപ്പിംഗ് ദെയർ ഓൺ ഫിലോസഫി. ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന കുട്ടികളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ, അവൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതാണ് പറയുക, റോൾ ഓഫ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ബിലീഫ് അൺകോൺഷ്യസ് സൈക്കിക് ഡിറ്റർമിനിസം, അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡാണ് കൺട്രോളിങ് ദ ഹ്യൂമൻ ബിഹേവിയർ, അതാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്ന ഇൻറ്റേർണൽ ഡ്രൈവ്സ്, അവൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കുന്ന വികാരങ്ങളാണ് അവൻ്റെ പെരുമാറ്റത്തിന് ബാധകമായിട്ടുള്ളത്. പിന്നെ ചെറുപ്പകാലത്തിലുള്ള എക്സ്പീരിയൻസ്. ഇത് മാറ്റാനായിട്ട് ഉള്ളതാണ്. ആ കൗൺസിലിംഗ് കൊണ്ട് ആളുടെ മനസ്സിലുണ്ടാകുന്ന ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ചയാണ് ഈ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിങ്ങിൻ്റെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൽ നമ്മൾ കാണുന്നത്. അപ്പം ബേസിക്കലി അൺകോൺഷ്യസ് മൈൻഡിനെ കാണുക, അൺകോൺഷ്യസ് മൈൻഡിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളുമാണ്, അനുഭവങ്ങളാണ് അവൻ്റെ പെരുമാറ്റത്തെ ബാധിക്കുക എന്നുള്ളൂ. അത് അവൻ്റെ ചെറുപ്പകാലത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടിട്ട് അവൻ ആ വ്യക്തികളുടെ മനസ്സിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റം, അവൻ്റെ ഉൾക്കാഴ്ച, ദാറ്റ് ഈസ് കോൾഡ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ചയാണ് ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ മാറ്റിമറിച്ച് അവൻ്റെ സ്വഭാവത്തെ മാറ്റുന്നത് എന്നാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, ഇത് സൈക്കോളജിസ്റ്റ് അല്ല. പിന്നെ ചേഞ്ച് ടു ഒക്കർ, ആ മെക്കാനിസം ഫോർ ചേഞ്ച് ആവുന്ന യൂസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ബൈ ദി ഈഗോ ടു അവോയ്ഡ് ഫീലിംഗ് ആങ്സൈറ്റി. ഇതിന് ഒരു ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. തെറാപ്പിക്ക് ഈ ഇന്റേണൽ മെക്കാനിസം ഫോർ ചേഞ്ച് ടു ഒക്കർ. അപ്പം ഈ ഇന്റേണൽ ക്ലയൻറ്റിനുണ്ടാകുന്ന ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയാണ് അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൂ. ആ വളർച്ചയിൽ ആള് ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഓർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓർ ഈഗോ ഡിഫൻസ്, ഇത് ആണ് ആളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ അളക്കാനായിട്ടാണ്. അപ്പോൾ ഇതാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് തുടങ്ങുന്നത്. ഇതിന് ഫ്രോയിഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം സൈക്കോ അനാലിസിസ് ആണ്. ഫ്രോയിഡ് മനസ്സിനെയാണ് ഫ്രോയിഡ് പ്രാധാന്യം കൊടുത്തത്. അതുവരെ മനസ്സിനെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞിരുന്നില്ല. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനസ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, സിഗ്മണ്ട് ഫ്രോയിഡ് ഓസ്ട്രിയയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ രാജ്യം. സിഗ്മണ്ട് ഫ്രോയിഡ് അവിടുന്ന് ആദ്യം അദ്ദേഹം ചെയ്തതിൻ്റെ മനസ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചു. അതായത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. 3 തലത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തരംതിരിച്ചു. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബോധതലത്തിൽ, ഞാനിപ്പോൾ ജീവിക്കുന്ന എൻ്റെ ബോധതലത്തിൽ, സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ താഴെയുള്ളത്, അൺകോൺഷ്യസ് മൈൻഡ് മനുഷ്യന് അപബോധ മനസ്സ്. അപ്പം ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ് എന്ന മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചു. അപ്പം ഈ മനസ്സിനെ ഇദ്ദേഹം കമ്പയർ ചെയ്തത് ഒരു ഐസ്ബർഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഐസിനോട് ഇദ്ദേഹം കമ്പയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെയർ, മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നത്, ഒരാൾ നോക്കിയത്, ദാറ്റ് ഇസ് കോൾഡ് കോൺഷ്യസ് ലെവൽ. അതിൻ്റെ താഴെയുള്ളത്, അത് വെള്ളമായിട്ട് തൊടുന്നതായുള്ള ഭാഗം, ഇന്റർസെക്റ്റിംഗ് വിത്ത് ദ വാട്ടർ, വെള്ളമായിട്ട് ചേരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ അടിയിലത്തുള്ള, അത് വെള്ളത്തിൽ കിടക്കുന്ന ഭാഗം എന്ന് പറഞ്ഞ് അതിൻ്റെ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം മനസ്സിനെ ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത്. അതായത് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സ്, അവബോധ മനസ്സ് കിടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്.
ഇവിടെ കൗൺസിലിംഗ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ ഡൈനാമിക് കൗൺസിലിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഈ കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നത്, അതായത് നമ്മുടെ ബോധപൂർവമായ പല കാര്യങ്ങളും നമുക്ക് സാധിക്കണമെന്നില്ല, നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. നടക്കാതെ പോയാൽ, അതായത് ഞാൻ 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 50 കൂട്ടം, അല്ലെങ്കിൽ 20, 25 കൂട്ടം, അല്ലെങ്കിൽ 30 കൂട്ടം, 60 കൂട്ടം ഉണ്ടെങ്കിൽ ആ 60 കൂട്ടം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നടക്കാതെ പോയ 40 കൂട്ടം കാര്യങ്ങൾ പതുക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കുറച്ച് കാലം പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ യു ഗോ ടു ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരും, സ്വപ്നത്തിൽ പുറത്തു വരും. ആ സ്വപ്നത്തിൽ പുറത്തു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിനെ തുറന്ന് അതിനകത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അതിന് മാറ്റം വരുത്തുക. അതാണ് ആദ്യം നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ടെക്നിക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുക, അപ്പോൾ ഇത് മനസ്സിലാവും. അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്തിലുണ്ടാകുന്ന നമ്മുടെ വിഷമങ്ങളാകാം, നമ്മുടെ വേദനകളാകാം, നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങളാകാം, നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളാകാം. ഞാനൊരു ഡോക്ടറാണോ എന്ന് വിചാരിക്കാൻ ഡോക്ടറായില്ല, ഞാൻ ഒരു എഞ്ചിനീയർ ആയില്ല, പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ആയി. ഞാനിപ്പോൾ ഒരു ബാങ്കിലെ ക്ലർക്കായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ ബാങ്കിലൊരു ഓഫീസറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹം, എൻ്റെ കോൺഷ്യസ് മൈൻഡ് ഞാനൊരു ഡോക്ടറാകാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഡോക്ടറാകാൻ ഉദ്ദേശിച്ചു, അത് നടന്നില്ല. അത് പതുക്കെ എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി, സബ് കോൺഷ്യസ് മൈൻഡിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി. അപ്പം ഡോക്ടറാകാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം, ഡോക്ടർ ആകപ്പെടാതെ ഇരുന്ന എൻ്റെ വേദനകൾ ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പം ആ കിടന്ന ബുദ്ധിമുട്ടുകളൊക്കെ കിടന്ന മനസ്സിൻ്റെ വിഷമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെ സ്വപ്നത്തിലൂടെ അത് വരുന്നു. ഇല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ജോലിയിൽ സംതൃപ്തി കിട്ടാത്തത്. ആ ജോലി സംതൃപ്തി കിട്ടാതെ വരുമ്പോൾ ഞാൻ ആൾക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു, എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബമായിട്ട് എനിക്ക് ചേരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മദ്യത്തിന് അടിമയാകുന്നു. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻ ബിഹേവിയർ നമുക്കുണ്ടാകുന്നു. ഇതിനെ നമ്മൾ മനസ്സിലാക്കി ഇതിനെ അപഗ്രഥിച്ച് എന്താണ് മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്ന സംഗതികൾ അതിനെ മാറ്റി ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മുമ്പത്തെ സ്ലൈഡിലേക്ക് പോകാം. ദ അൺകോൺഷ്യസ് ആൻഡ് സൈക്കിൾ ഡിറ്റർമിനേഷൻ. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നടക്കപ്പെടാതെ പോയ, ആഗ്രഹിക്കപ്പെടാതെ പോയ, സബലീകരിക്കപ്പെടാതെ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ചിന്തയൊക്കെയാണ്. അപ്പോൾ അതാണ് ആളുടെ റിസൾട്ട്. ആ ഇന്റേണൽ ഡ്രൈവാണ്, അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദനകളാണ് അവൻ്റെ പെരുമാറ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ചെറുപ്പകാലത്തിലുണ്ടായ അവൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, കുട്ടിയായിരുന്നപ്പോൾ നെഗറ്റീവായിട്ടുണ്ടായ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ വേദനകൾ. അപ്പം ഇതിനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് അതിന് ഉൾക്കാഴ്ച ഉണ്ടാക്കുക, ഇൻസൈറ്റ് ഉണ്ടാക്കുക. എനിക്ക് തന്നെ ഒരു ഡോക്ടറാകാനായിട്ട് പ്രതീക്ഷിച്ചു, ഡോക്ടറാകാൻ പറ്റിയില്ല, സാമ്പത്തികമില്ലാത്തതുകൊണ്ടാകാം, അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എൻട്രൻസിൽ കിട്ടാത്തതുകൊണ്ടാകാം. പക്ഷെ എന്നിരുന്നാൽ പഠിച്ചു വന്നൊരു ബാങ്കിൻ്റെ ഓഫീസറായി. അവന് ഇൻസൈറ്റ് ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. നമ്മൾ അതിന് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി അതിന് ഏത് ഡിഫൻസ് മെക്കാനിസം ഏത് രീതിയിലാണോ ആ ആങ്സൈറ്റി, അതാകാതിരുന്ന ആങ്സൈറ്റിൻ്റെ ഉത്കണ്ഠ മാറ്റി അവനെ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇറ്റ്സ് കോൾഡ് സൈക്കോഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ്. അപ്പം ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ സൈക്കോഡൈനാമിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിൻ്റെ ഉള്ള അടങ്ങിക്കിടക്കുന്ന ചിന്തകളെ, പ്രതീക്ഷകളെ, അല്ലെങ്കിൽ നടക്കാതെ പോയ ആഗ്രഹങ്ങളെ, പ്രതീക്ഷകളെ, ചിന്തകളെ നമ്മൾ ആൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മാറ്റിയെടുക്കുക. അതിന് നമ്മൾ മനസ്സിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം സബലീകരിക്കപ്പെടായ ആഗ്രഹങ്ങളും ചിന്തകളും പ്രതീക്ഷകളൊക്കെ കോൺഷ്യസ് മൈൻഡ് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് അൺകോൺഷ്യസ് മൈൻഡിലാക്കും. അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ പതുക്കെ നമ്മൾ സ്വപ്നത്തിലൂടെ നമ്മുടെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിന് ഫ്രോയിഡ് മനസ്സ് പേഴ്സണാലിറ്റിയെ 3ആയിട്ട് നമുക്ക് തരം തിരിച്ചു: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇപ്പം ഇഡ് എന്ന് പറയുന്നത്
നമ്മുടെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ഇൻസ്റ്റിങ് ജന്മവാസനകളാണ്, അത് നോട്ട് റിയൽ അല്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ കൂടുതൽ ഇതൊരു പ്ലഷർ ആങ്സൈറ്റി എന്നാണ് ഇതിന് പറയുന്നത്. പ്ലഷർ ഉണ്ടാകുക, അത് കൂടുതലും ഇതിനകത്ത് സെക്ഷൽ ഇത് ഉണ്ടാകാം, അല്ലെ ഇമ്പൾസസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുക. ഇഡെന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പകാലത്തിലുണ്ടായ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ സെക്ഷൽ ഡ്രൈവ്, ഒരു പ്ലഷർ ഡ്രൈവ് എന്ന് പറയുന്നതാണ് ഇഡെന്ന് പറയുക. അപ്പം ഈ ഇഡെന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷമുണ്ടാകാനായിട്ടുള്ള, സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകാനായിട്ടുള്ള, അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന അവൻ്റെ പ്രിമിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ കാടത്വപരമായിട്ടുള്ള ജന്മവാസനകളാണ്. അത് കൂടുതലും നമ്മൾ പറയുന്നത് സെക്സിനെ തന്നെയാണ് പറയുന്നത്. ഇതാണ് ഇഡെന്ന് പറയുന്നത്. അപ്പം ഇത് പ്ലഷർ ആങ്സൈറ്റി എന്ന് എഴുതുന്നത്, പ്ലഷർ ആങ്സൈറ്റി. കാരണം അതിനെ ആ ഒരു വികാരത്തെ അല്ലെങ്കിൽ മനസ്സിലടങ്ങി കിടക്കുന്ന ചിന്തകളെ, നമ്മുടെ ജന്മനാ ഉള്ള ജന്മവാസനകളെ ആണ് നമ്മൾ ഇഡെന്ന് പറയുക. ഈഗോ എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ കൂടുതലൊരു മോറൽ വാല്യൂസിനെ വെക്കുക, അതായത് എല്ലാ നിയമങ്ങളെയും പാലിക്കുന്ന ഒരവസ്ഥയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോറൽ വാല്യൂസ്, ഒരു സമൂഹത്തിലുള്ള മോറൽ വാല്യൂ, അതായത് കൂടുതലും അത് നിയമങ്ങളെയാണ്, ബേസ്ഡ് ഓൺ ലോസ് ആണ് മോറൽ വാല്യൂ. സമൂഹത്തിന് ചുറ്റുപാടുകളുള്ള നിയമങ്ങളെ ബാധിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ ആങ്സൈറ്റി എന്ന് നമ്മൾ തന്നെ പറയും. മോറൽ ആങ്സൈറ്റി സമൂഹത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അത് പാലിക്കണം എന്നുള്ളത്. അപ്പം റോഡിൻ്റെ വലത് സൈഡിൽ കൂടെ മാത്രമേ നടക്കാവുള്ളൂ. അപ്പം ഇടത് സൈഡിൽ കൂടെ നടന്നാലോ തെറ്റാണ്, റോഡിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അപ്പം ഇത് നമ്മുടെ സൂപ്പർ ഈഗോ ആണ്. കാരണം ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വലിയവരെ കണ്ടാൽ എഴുന്നേൽക്കണം, എഴുന്നേറ്റില്ലെങ്കിലോ. അപ്പം നമ്മളുടനെ അപ്പോഴത്തെ ഈഗോയിലേക്ക് ഇഡിലേക്ക് പോവുകയാണ്. ഇതെന്താ, ഞാനിതിനെ ഇയാളെ കണ്ട എഴുന്നേക്കേണ്ട കാര്യം എന്താ, ഇയാൾ ആരാണ്, ഇയാൾ ഞാനുമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയുക. പക്ഷെ ഇതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് എ മാൻ ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. നമുക്ക് എപ്പോഴും ഇഡിൽ ജീവിക്കാൻ പറ്റിയില്ല, സൂപ്പർ ഈഗോയിലും ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ എന്ന് വെച്ചാൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നത് എന്താണോ, ദറ്റ് ഇസ് കോൾഡ് മോർ റിയൽ. ഇറ്റ് ഇസ് കോൾഡ് റിയൽ ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. റിയലിസ്റ്റിക് ആങ്സൈറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണ് യാഥാർത്ഥ്യത്തിൽ, ഇറ്റ്സ് എ റിയൽ ആണ്. ജീവിതത്തിൽ നമുക്ക് റിയലായിട്ട് സംഭവിക്കുന്നത് കൂടുതലും ഇത് റിയലാണ്. ഇഡിനകത്തോ സൂപ്പർ ഈഗോയിലും നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഈഗോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ കാഴ്ചപ്പാടിനെ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയുമായിട്ട് ബാലൻസ് ചെയ്യുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് മോർ റിയലിസ്റ്റിക്. അതാണ് നമ്മൾ സാധാരണ ഇരിക്കുന്നത്. അതാണ് ദാറ്റ് ഇസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഇതിനെ ബേസ് ചെയ്യിക്കാണ് സൈക്കോ അനാലിസിസ് ഉണ്ടായത്. ഇപ്പോൾ സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ആദ്യം സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ദ അൺഫുൾഫിൽഡ് വിഷസ്, ഡിസയർ, തോട്ട്സ്, നടക്കാതെ പോയ, സബലീകരിക്കപ്പെടായ ആഗ്രഹങ്ങൾ, ചിന്തകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകും. ഉപബോധ മനസ്സിൽ നിന്ന് പതുക്കെ അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക്, അപബോധ മനസ്സിലേക്ക് പോകും. അപബോധ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വപ്നത്തിലൂടെ നമുക്ക് പുറത്തേക്ക് വരും. അങ്ങനെ വരുന്ന സ്വപ്നത്തെ നമ്മൾ അപഗ്രഥിച്ചാൽ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ആണ്. അതിനെ മൂന്നായിട്ട് തരംതിരിച്ചു: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡെന്ന് പറയുന്ന മനുഷ്യൻ്റെ കാടത്വപരമായിട്ടുള്ള ജന്മവാസനകളെയാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ കൂടുതൽ അത് മോറൽ വാല്യൂസിനെയാണ്, സമൂഹത്തിലുണ്ടായ നിയമങ്ങളെയും അതിനെയൊക്കെ നമ്മൾ ഇരിക്കുന്നതാണ് സൂപ്പർ ഈഗോ. പക്ഷെ ഒരിക്കലും മനുഷ്യന് ഇഡിലോ സൂപ്പർ ഈഗോയിലോ ജീവിക്കാൻ പറ്റുകയില്ല. ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അവൻ്റെ ഈഗോ ആ സമൂഹത്തിൽ അവൻ എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിന് പല ഡിഫൻസ് മെക്കാനിസവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫൻസ് മെക്കാനിസം കുറിച്ച് ഡീറ്റെയിൽസ്
വരുന്ന ക്ലാസ്സിൽ എടുക്കുക, എന്നാലും ഒന്ന് പറഞ്ഞു പോവാണ്. ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതല്ലാന്നുണ്ടെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ മെക്കാനിസം, പല പേരുകളിലാണ് അറിയുന്നത്. അപ്പം ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പറയാൻ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബാലൻസ്, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലും തെറ്റിയാൽ ശരീരത്തിൻ്റെ ബാലൻസ് പോകും, നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ വിട്ടുപോകും, നമ്മൾ വീഴാൻ വേണ്ടി പോകും. വീഴാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് ഒന്ന് കൈ നീട്ടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി പിടിക്കാം, ഏതെങ്കിലും നമ്മൾ ചെയ്യാം. ഡിഫൻസ് നമ്മൾ ഉപയോഗിക്കും. എന്ന് പറഞ്ഞതുപോലെ മനസ്സിന് എപ്പോഴെങ്കിലും നമുക്കൊരു ഇംബാലൻസ് ഉണ്ടാകില്ല, നമ്മൾ പോകുന്ന ബാലൻസിൽ ഇംബാലൻസ് ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കണം, മനുഷ്യന് ഈ ഈഗോ ഇഡെന്ന് പറയുന്ന സെക്സ് ഓർ ഇറോസ് എന്നാണ്. ഇഡെന്ന് പറയുന്നത് സെക്സ് ഓർ ഇറോസ് എന്നാണ് പറയുന്നത്. ഇത് പ്ലഷർ എന്ന് പറയുന്നതാണ്. ഇതിനെ കൂടി നമ്മൾ പറയുന്നത് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാണ്, ഇത് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അത് ഇഡെന്ന് പറയുന്നത് നമ്മുടെ ഇറോസ് ആണ്, തോട്ട്സ് അബൌട്ട് സെക്സ് ആണ്. അത് അല്ലെങ്കിൽ നമ്മളിതിനെ തെമോസ് എന്ന് പറയുന്ന ഡെത്തും മരണവും, ഈറോസ് എന്ന് പറയുന്ന സെക്സുമാണ്. അപ്പം തെമോസും ഈറോസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണ് നമ്മുടെ ഇഡെന്ന് പറയുന്ന സംഗതി നിൽക്കുന്നത്. അപ്പം ഇത് കൂടുതലും നമ്മൾ പറയുന്ന ഒരു പ്ലഷർ, സന്തോഷം കിട്ടതൊക്കെയാണ്. കാരണം നമ്മൾ ഈറോസ് ആയതുകൊണ്ട് നമ്മൾ പ്ലഷർ കിട്ടുക. അപ്പം ഇതിന് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോർ റിയലിസ്റ്റിക് ആണ്. അത് മോറൽസ് ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കൂടുതൽ മൊറാലിറ്റിയെ ബേസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിനകത്ത് മോറൽ ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. അതേസമയം ഈഗോ എന്ന് പറയുന്നത് കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുന്നതാണ്. ഇറ്റ്സ് കോൾഡ് റിയാലിറ്റി. അപ്പം ഈഗോ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ്, ആ ഈഗോ ആണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഇഡെന്ന് പറയുന്ന തമാസ് ഓർ ഈറോസ്, ദാറ്റ്സ് കോൾഡ് സെക്സ്. അതിനെ നമ്മൾ പറയുന്നത് ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കൂടുതലും അതിനകത്ത് മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് മോറൽ ആങ്സൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്, അതിനുണ്ടാകുന്നത്. ഈഗോ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലാണ്, കൂടുതലും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. അതിന് നമ്മൾ പറയുന്നത് റിയാലിറ്റി ആങ്സൈറ്റി എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം. അപ്പം ഈ ഒരു സംഗതി വരുമ്പം നമ്മുടെ മെൻ്റൽ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ, ആ മെൻ്റൽ ബാലൻസിന് എപ്പോഴും ത്രെറ്റനിങ് ഉണ്ടാകുമ്പോൾ ആ മൈൻഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡിഫൻസ് മെക്കാനിസം ഓർ ഈഗോ ഡിഫൻസ് മെക്കാനിസം. അപ്പം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് നമ്മൾ പോകുമ്പോൾ, ബോഡിയെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും നമ്മൾക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മുടെ പോകുമ്പോൾ നമ്മൾ കാല് തെന്നുകയോ വീഴോ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പിടിക്കുകയോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ മനസ്സൊരു ബാലൻസ്, നമ്മളിപ്പോൾ വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മനസ്സിൽ കൊണ്ടാണ് പോകുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ പോവാണ്. പെട്ടെന്ന് അതിനൊരു ത്രെട്ട് ഉണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം നമ്മൾ അതിനെ നേരിടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഒരു ഡിഫൻസ് നമ്മൾ ചെയ്യും, അതിനെതിരായിട്ട് നമ്മൾ ചെയ്യും. ആ ചെയ്യുന്നതിനെയാണ് ഈഗോ ഡിഫൻസ് ഓർ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പം ഏത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് അനുസരിച്ച് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അലകാം. അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഉള്ള സംഗതിയിലാണ്, അതായത് ഒരു ന്യൂറോട്ടിക് ഇതിലാണോ നമ്മൾ ചെയ്യുന്നത്, അതല്ല അസെക്ഷൽ ഇതിനകത്താണോ, അതല്ല ഇയാൾ കൂടുതൽ മോറൽ വാല്യൂസിനാണോ, അങ്ങനെയാണെങ്കിൽ അതിൽ മോറൽ ആങ്സൈറ്റി ആണ്. അപ്പം ഏത് രീതിയിലുള്ളതാണ് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ഇവർ എടുക്കുക. അപ്പം ഡിഫൻസ് മെക്കാനിസമാണ് ഒരു പേഴ്സണാലിറ്റിയുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അസസ്മെൻ്റ് ആണ് ഫസ്റ്റ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ്. ക്ലയൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ നമ്മൾ നേടുന്ന അല്ലെങ്കിൽ കിട്ടുന്ന അറിവുകളെയാണ് അസസ്മെൻ്റ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. നമുക്ക് എടുക്കുന്ന അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്.
അത് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ കോവർക്കേഴ്സിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഉണ്ട്. ഫോർമൽ ഇൻഫോർമൽ നമ്മൾ നോക്കുമ്പോൾ ഫോർമലിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ആണ്, റേറ്റിംഗ് സ്കെയിൽസ് ആണ്. ഇൻഫോർമൽ ഒബ്സർവേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇൻ്റർവ്യൂസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, റേറ്റിംഗ് സ്കിൽസ്, പിന്നെ ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂസ്. ദെൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്ന അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ഏത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒബ്ജക്റ്റീവ്സ്, ഇപ്പം ഒബ്സർവേഷൻ അസസ്മെൻ്റ് ആണെങ്കിൽ അതിന് പ്രത്യേക സ്ട്രക്ചറൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക, മൾട്ടി ടാസ്ക് ആയിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എടുക്കുന്നതാണ്. മറിച്ച് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡേർഡൈസ് ഫോം ഉണ്ട്. അതിന് ഒരു എടുക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളായിരിക്കും, അതിന് പ്രത്യേക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിനനുസരിച്ച് അതിന് സ്കോറിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന് തീരുമാനം എടുക്കുക. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന അസസ്മെൻറ്റ്, ദാറ്റ് ഇസ് കോൾഡ് അസസ്മെൻറ്റ് ടെസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഏത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ആ ടെസ്റ്റിന് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നറിയണം, അതിന് നോംസ് അറിയണം, അത് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ആ ടെസ്റ്റിന് വാലിഡിറ്റി വേണം, റിലയബിലിറ്റി വേണം, പ്രാക്ടിക്കാലിറ്റി വേണം. ഇത്രയും കാര്യങ്ങളുള്ള ടെസ്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കണം. ഒബ്സർവേഷൻ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അയാളുടെ ഡയറി, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ പിടിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ് ഫോമാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്ക് ഇത്രയും ക്രൈറ്റീരിയ നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. നോൺ സ്റ്റാൻഡേർഡ് ടെക്നിക്സ് നമ്മൾ ഒബ്സർവേഷൻ ആണ്. ആദ്യം പറഞ്ഞു, നമ്മൾ നോക്കുന്ന മറ്റുള്ളവർ നോക്കുന്നതാകാം. പിന്നെ ഇൻ്റർവ്യൂ നമ്മൾ 1-to-1 ആയിട്ട് നമ്മൾ എടുക്കുന്നതാകാം, ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ ആകാം, അവരുടെ മൾട്ടി പേഴ്സൺസുമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ ഡയറീസ് അല്ലെങ്കിൽ ഡെയിലി സ്കെഡ്യൂൾസ് നമ്മൾ നോക്കാം. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓൺലൈൻ ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റും. ദെൻ ഏരിയാസ് ഓഫ് അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് അയാളുടെ ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിലുള്ള കഴിവ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിലേക്ക് അയാൾക്കുള്ള താല്പര്യത്തെയാണ്. അത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആകാം, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആകാം, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആകാം. ഏത് ഒരു പ്രത്യേക താല്പര്യത്തിനാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് താല്പര്യങ്ങളാണ്, മറ്റേത് കഴിവുകളാണ്, ജന്മവാസനകളാണ്. ഇത് അയാളുടെ താല്പര്യമാണ്. ദെൻ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ദെൻ അച്ചീവ്മെൻറ്റ്, ദെൻ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് അസസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സൈക്കോഡൈനാമിക് അപ്രോച്ചാണ് ഇത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തത്തെ ബേസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ പെരുമാറ്റത്തെ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. ആ ബിഹേവിയർ എന്ന് പറയുന്ന ഇൻ്റർപ്ലേ, ഇൻറ്റേർണൽ ഡ്രൈവ്സ്, അകത്തുണ്ടായ മാനസികമായ ആ സംഗതി ചിന്തകളാണ് നമ്മുടെ സ്വഭാവത്തെ നയിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിലുണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസ് അതിനോട് കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലയൻറ്റിനെ അവർക്ക് അവരുടെ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്തിട്ട് അവർക്ക് ഇൻറ്റേർണൽ മെക്കാനിസം, അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സൈക്കോഡൈനാമിക് അപ്രോച്ച് കൗൺസിലിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ ഇൻസൈറ്റ് ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചേഞ്ച്, അവരിലുണ്ടാക്കുന്ന വ്യത്യാസം. അപ്പോൾ ക്ലയൻസ് ഇൻസൈറ്റ് ഡ്യൂറിങ് തെറാപ്പി ആസ് ദ കീ ഇൻറ്റേർണൽ മെക്കാനിസം ഫോർ ചേഞ്ച് ടു ഒക്കർ. വരുന്ന കാര്യങ്ങൾക്ക് അതാണ്, ആ ചേഞ്ചാണ് അയാളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. ദെൻ ഏത് ഡിഫൻസ് മെക്കാനിസമാണ്, അതിന് ഏത് ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കാം, എന്താണ് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചു. മെയിൻലി മൈൻഡാണ് ഇതിൻ്റെയൊക്കെ കാരണം, മനസ്സാണ് ഇതിൻ്റെയൊക്കെ കാരണം. മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3ആയിട്ട് തരംതിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ സബലീകരിക്കപ്പെടാൻ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ചിന്തകളും ഒക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ്, ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിൽ നിന്ന് അപബോധ മനസ്സിലേക്കും പോകും. ദാറ്റ് ഇസ് കോൾഡ് അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ വരും. അങ്ങനെ ആ വരുന്ന കാര്യങ്ങളെ, സ്വപ്നത്തെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അളക്കാം. ആ പേഴ്സണാലിറ്റി അളക്കാനായിട്ട് 3 കാര്യങ്ങൾ: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്ലഷർ, സെക്സ് ആൻഡ് ഇറോസ് ആണ്. സെക്സ്. ഈഗോ എന്ന് പറയുന്നത് മോർ റിയലിസ്റ്റിക് ആണ്.
സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മോറൽ വാല്യൂസിനെ ബേസ് ചെയ്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഡിഫൻസ് മെക്കാനിസം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം.